നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് 8 മെൻസുറേഷൻ എന്ന ചാപ്റ്ററിലെ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്, ക്യൂബോയിഡ് ആൻഡ് സിലിണ്ടർ ഈ ഒരു പോർഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. അപ്പോൾ സർഫസ് ഏരിയ എന്താണെന്ന് നോക്കണം. സർഫസ് ഏരിയ ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ ഔട്ടർ സർഫസ് ഓഫ് എ സോളിഡ് ഷേപ്പ്. അതായത് ഒരു സോളിഡ് ഷേപ്പിന്റെ ഔട്ടർ സർഫസിന്റെ ടോട്ടൽ ഏരിയ ആണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഔട്ടർ സർഫസ് മീൻസ് അത് ഫേസ് ആണ്. ഈ ഒരു പോർഷന് ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് എടുക്കാം. അങ്ങനെ ഒരു ക്യൂബോയിഡൽ ബോക്സ് ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ആ 6 ഫേസിന്റെയും ഏരിയ, ടോട്ടൽ ഏരിയ ആണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. Surface area of a solid is the sum of the areas of its face. ഇപ്പോൾ 6 ഫേസ് ആണെങ്കിൽ 6 ഫേസിൻ്റെയും ഏരിയ കണ്ട് അതിന് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ, അതായത് സർഫസ് ഏരിയ കിട്ടും. ഈ രീതിയിലാണ് സർഫസ് ഏരിയ കാണണ്ടേ. ഇവിടെ ക്യൂബും ക്യൂബോയിഡും പിന്നെ സിലിണ്ടറും തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇവിടെ ഫസ്റ്റ് കാണേണ്ടത് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് ആണ്. ഇവിടെ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കണ്ട് ഇക്വേഷൻ, എങ്ങനെ ഒരു ഇക്വേഷൻ വന്നു എന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത് സർഫസ് ഏരിയ കണ്ട്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നോക്കാം. അതായത് ഒരു ക്യൂബോയിഡ് എടുക്കുക. ഇതൊരു ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അതിന് 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസസ് ഉണ്ടായിരിക്കും. 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസ് ഉണ്ടാവും. ഒരു ക്യൂബോയിഡിന് 6 ഫേസ് ആണുള്ളത്. അതുപോലെ തന്നെ അതിന് 6 ഫേസിൽ 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസ് ആണ്. അതായത് മുകളിൽ ഇപ്പം നമ്മളൊരു ബോക്സ് എടുക്കുകയാണെങ്കിൽ, ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ബോക്സ് എടുത്താൽ, ഈ ഒരു ഫിഗറിലുള്ള ഈ ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും എന്തായിരിക്കും? ഐഡന്റിക്കൽ ഫേസ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഉള്ള സൈഡ് ഭാഗം എന്തായിരിക്കും? സൈഡ് ഫേസ് ഐഡന്റിക്കൽ ആയിരിക്കും. അതുപോലെ ഈ ഒരു 2 സൈഡും ഐഡന്റിക്കൽ ആണ്. ഇങ്ങനെ 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസസ് ഉണ്ടാകും ഒരു ക്യൂബോയിഡിന്. ദെൻ അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ ഹൈറ്റും ഇവിടെ ഒരു ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് എടുത്തിട്ട് ഇതിന് ലെങ്ത്തും ബ്രെഡ് മീൻസ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബോട്ടം ഫേസിന്റെ ഏരിയ അതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇത് ക്യൂബോയിഡ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് അതിന്റെ ഫേസ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അതിന്റെ ബോട്ടം സൈഡിലുള്ള ആ ഒരു ഫേസിന്റെ ഏരിയ എങ്ങനെയാണ്? ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ നിങ്ങൾക്കറിയാം. റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കാണുക? അതിന്റെ ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്റ്റാങ്കിൾ അറിയാം നിങ്ങൾക്ക്, കൂടുതൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പഠിച്ചു. സോ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് എൽ ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഓർ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. സോ ഇത് ബോട്ടം സൈഡിലുള്ള ഫേസിൻ്റെ ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദെൻ ഇതിന് ഐഡന്റിക്കൽ ആണ് ടോപ്പിലുള്ളത്. സോ ദ സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും ബോട്ടത്തിലും വരുന്നത്. എൽ ഇൻറ്റു ബി, അതായത് എൽ ഇൻറ്റു ബി, ദാറ്റ് ഈസ് ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത്, ബി ഇൻറ്റു എൽ. എങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. ഇപ്പോൾ 2 ഇക്വേഷനായി, 2 സെയിം ഇക്വേഷനാണ് ഇവിടെ വരുന്നത്. എൽ ഇൻറ്റു ബി ആൻഡ് ദെൻ അടുത്തത് ഈ ഒരു സൈഡിലുള്ള പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എൽ ഇൻറ്റു എച്ച്, അതായത് ഹൈറ്റ് ഇൻറ്റു എച്ച് ഇൻറ്റു എൽ, രണ്ടും സെയിം തന്നെയാണ്. എച്ച് ഇൻറ്റു എൽ. ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ പുറകുവശത്ത്, അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഫേസിൻ്റെ ഏരിയയുടെ ലെങ്ത്തും എന്തായിരിക്കും? ഏരിയയുടെ ഇക്വേഷനും എന്തായിരിക്കും? ഹൈറ്റ് ഇൻറ്റു
എൽ, അതായത് എൽ ഇൻറ്റു എച്ച്. ഇപ്പോൾ 2 ഇക്വേഷൻ ഇവിടെ വന്നു. ദെൻ ഏതിൻ്റെ ഫേസ് ഇനി ഏത് ഫേസിൻ്റെ ഒക്കെയാണ് നമ്മൾക്ക് ഏരിയ കാണേണ്ടത്? ഈ ഒരു പോർഷൻ്റെയും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സൈഡിൽ വരുന്ന ഫേസിൻ്റെയും ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു പോർഷൻ ലെങ്ത് എച്ച് ഇൻറ്റു, അതായത് ഇവിടെ ഹൈറ്റ് ആയിട്ട് വരുന്നത്, ഇവിടെ ഏരിയ, ഈ ഒരു പോർഷൻ്റെ ഏരിയ റെക്റ്റാങ്കുലർ ആണ്. അപ്പോൾ ഏരിയ കാണേണ്ടത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് മീൻസ് ഇവിടെ എച്ച് ആണ്. സോ എച്ച് ഇൻറ്റു ബി, എച്ച് ഇൻറ്റു ബി, അതായത് ബി ഇൻറ്റു എസ്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബി ഇൻറ്റു എച്ച്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തു. ദെൻ നമ്മൾക്കറിയാം ഇവ ഐഡൻറ്റിക്കൽ ആയിട്ടാണ് വരുന്നത്. 3 പെയർ ഓഫ് ഫേസസ് ഐഡൻറ്റിക്കൽ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഇക്വേഷൻ, അവയുടെ ഏരിയ കാണേണ്ട ഇക്വേഷനും സെയിം തന്നെയാണ്. സോ ഇത് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾക്ക് എൽ ഇൻറ്റു എച്ച് ഇൻറ്റു എൽ മീൻസ് എൽ ഇൻറ്റു എച്ച്. സോ ഇതൊക്കെ എന്താണ്? ടു ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എച്ച് ഇൻറ്റു എൽ, എച്ച് ഇൻറ്റു എൽ മീൻസ് എച്ച് എൽ ഓർ എൽ എച്ച് എങ്ങനെയും എഴുതാം. പ്ലസ് ഇത് 2 ടൈംസ് വരുന്നതുകൊണ്ടാണ് ഇവിടെ 2 ഇട്ടത്. ദെൻ ബി ഇൻറ്റു എൽ, ദറ്റ് ഈസ് ബി എൽ, ഇതും 2 ടൈംസ് വരുന്നുണ്ട്. പ്ലസ് ബി എച്ച്, ബി എച്ച്, ദറ്റ് ഈസ് ബി എച്ച്, ബി ഇൻറ്റു എച്ച്, ബി എച്ച്. അപ്പോൾ ഇക്വേഷൻ എന്താണ് വരുന്നത്? 2 ഇൻറ്റു എച്ച് എൽ, എച്ച് എൽ, ദറ്റ് ഈസ് എൽ എച്ച് എങ്ങനെയും എഴുതാം. എച്ച് എൽ പ്ലസ് ബി എൽ പ്ലസ് ബി എച്ച്. ഇതാണ് ഏരിയ കാണേണ്ട, സർഫസ് ഏരിയ, ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കാണേണ്ട ഇക്വേഷനാണ് 2 ഇൻറ്റു എൽ എച്ച് പ്ലസ് എൽ ബി പ്ലസ് ബി എച്ച്. Surface area, total surface area of a cuboid is equal to 2 into LB plus BH plus HL. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട ഇക്വേഷൻ ഇതിൻ്റെ ക്യൂബോയിഡിൻ്റെ. 2 into LB plus BH plus HL. ദെൻ അതിനൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾക്കിനി നെക്സ്റ്റ് നോക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് നോക്കണം. ലാറ്ററൽ സർഫസ് ഏരിയ മീൻസ്, അതായത് നമ്മൾക്കൊരു ക്യൂബോയിഡ് 6 ഫേസ് ഉണ്ട്. ആ 6 ഫേസിൻ്റെയും ഏരിയ കണ്ടാലാണ് സർഫസ് ഏരിയ കിട്ടുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. ബട്ട് ലാറ്ററൽ സർഫസ് ഏരിയ മീൻസ് ടോപ്പിലെയും ബോട്ടത്തിൻ്റെയും ഏരിയ റിമൂവ് ചെയ്ത് ഒഴിവാക്കി ബാക്കി വരുന്ന ഫേസസിൻ്റെ ഏരിയ ആഡ് ചെയ്താലാണ് ലാറ്ററൽ സർഫസ് കിട്ടുന്നത്. അതായത് ടോപ്പിലെയും ബോട്ടത്തിൻ്റെയും ഏരിയ, ഫേസിൻ്റെ ഏരിയ ഒഴിവാക്കുക. ദെൻ ബാക്കി വരുന്ന 4 ഫേസിൻ്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ കണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കി, ഇത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. സോ ഇക്വേഷൻ, അതിൻ്റെ ഇക്വേഷനാണ് 2 ഇൻറ്റു എച്ച് എൽ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഇവിടെ ടോപ്പിലെയും ബോട്ടത്തിലെയും ഫേസിൻ്റെ ഏരിയ എന്തായിരിക്കും? എൽ ഇൻറ്റു ബി ആയിരിക്കും. ഇത് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ബ്രെഡ്ത്ത് ആയിട്ട് വരും. ദെൻ ഇത് ലെങ്ത് ആയിട്ട് വരും. അപ്പോൾ എൽ ഇൻറ്റു ബി ആണ് വരിക. ആ എൽ ഇൻറ്റു ബി ആണ് ഇവിടെ റിമൂവ് ചെയ്തത്. 2 ടൈംസ് ആണ്, കാരണം ഇത് രണ്ടും ഐഡൻറ്റിക്കൽ ഫേസസ് ആണ്. സോ ബാക്കി വരുന്ന ഇക്വേഷനാണ് 2 ഇൻറ്റു എച്ച് എൽ പ്ലസ് ബി എച്ച് ഓർ 2h ഇൻറ്റു എൽ പ്ലസ് ബി. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ കാണേണ്ട ഇക്വേഷനാണ് 2h ഇൻറ്റു എൽ പ്ലസ് ബി. അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്.
നമ്മൾ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നോക്കി. ഇനി ക്യൂബിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ആണ് നോക്കുന്നത്. ക്യൂബിൽ നിങ്ങൾക്കറിയാം 6 ഫേസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫേസും എന്താണ്, ഈക്വൽ ആണ്. ക്യൂബിലെ എല്ലാ ഫേസും, ഓൾ ഫേസസ് ആർ ഈക്വൽ ആണ്. 6 ഫേസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫേസിന്റെ ഏരിയ കണ്ടാൽ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇവിടെ ഓരോ ഫേസും സ്ക്വയറുമാണ്. അതുകൊണ്ട് തന്നെ സ്ക്വയറിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ നമ്മൾക്കറിയാം. ഏരിയ ഓഫ് എ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ദാറ്റ് ഈസ് നമ്മൾക്ക് സൈഡിന്റെ ലെങ്ത് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടെ എല്ലാം എടുക്കുന്നത് നമ്മൾക്ക് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ. നമ്മൾക്ക് എന്താണ് കണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ആണ് വേണ്ടത്. സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ആണ് നമ്മൾക്ക് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ക്യൂബിൽ 6 ഈക്വൽ സ്ക്വയർ ആണുള്ളത്. ആ ഈക്വൽ സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു 1 സ്ക്വയറിൻ്റെ ഏരിയനെ കൊണ്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. സോ 6 ഇൻറ്റു എ സ്ക്വയർ, that is 6a square. Total surface area of a cube equal to 6a square. A means side length. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്താൽ ടോട്ടൽ സർഫസ് ഏരിയ, ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ 8 സെൻറ്റിമീറ്റർ, സൈഡ് 8 സെൻറ്റിമീറ്റർ എടുത്താൽ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്ന്, ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എ ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ബി. ഒന്ന് ഏരിയ ഓഫ് എ ഇത് സർഫസ് ഏരിയ കാണാനും ഇത് ലാറ്ററൽ ഏരിയ കാണാനുമുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ കാണേണ്ട ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ടോപ്പും ബോട്ടവും ഒഴിവാക്കി ബാക്കി വരുന്നതാണ്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ എന്തായിട്ട് വരും? Lateral surface area of a cube is equal to lateral surface area. Lateral surface area is equal to area of a cube is equal to 4 into a square. കാരണം ടോട്ടൽ 6 ആണ്, 6 ഫേസ് ആണുള്ളത്. ബട്ട് ലാറ്ററൽ സർഫസ് ഏരിയയിൽ ടോപ്പും ബോട്ടവും ഒഴിവാക്കണം. ടോപ്പും ബോട്ടവും ഒഴിവാക്കി ബാക്കിയുള്ള ഫേസിൻ്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്യൂബോയിഡിൽ അത് നോക്കി അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ലാറ്ററൽ സർഫസ് ഏരിയ. So lateral surface area കാണേണ്ട ഇക്വേഷൻ 4a square and surface area കാണേണ്ട ഇക്വേഷൻ 6a square. ഇതിൻ്റെയാണ് ക്യൂബ്. അടുത്തതായിട്ട് സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഫേസ് ഏതൊക്കെയാണെന്ന് അറിയണം. എത്ര ഫേസ് ഉണ്ട്? ഒരു സിലിണ്ടർ എടുത്താൽ നമ്മൾക്ക് 3 ഫേസ് കാണാം. ടോപ്പിലും ബോട്ടത്തിലും ഐഡന്റിക്കൽ ആയിട്ടുള്ള സർക്കുലർ ഫേസ് ആണ്. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർക്കുലർ ഫേസ് ആണ് ടോപ്പിലും ബോട്ടത്തിലും വരുന്നത്. ദെൻ സെൻറ്ററിലായിട്ട് ഒരു കർവ്ഡ് ഫേസും, അങ്ങനെ 3 ഫേസസ് ആണ് സിലിണ്ടറിൽ കാണാൻ പറ്റുന്നത്. അത് സർക്കുലർ ഫേസിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾക്ക് സർക്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ അറിയാം. പൈ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ കാണേണ്ടത്. അത് തന്നെയാണ്, കാരണം ഇതൊരു സർക്കിളാണ്, 2 സർക്കിളാണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ പൈ സ്ക്വയർ ആണ്. സോ നമ്മൾക്ക് ഈ ഒരു സെൻറ്ററിലുള്ള കർവ്ഡ് ഫേസിൻ്റെ ഏരിയ കാണുമെങ്കിൽ ആ ഒരു സ്ട്രിപ്പ് നമ്മൾക്ക് അത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു സിലിണ്ടറിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കർവ്ഡ് ഫേസ് നമ്മൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ ടൈപ്പിലുള്ള ഒരു സ്ട്രിപ്പാണ് വരുന്നത്. സോ അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ യൂസ് ചെയ്താൽ നമ്മൾക്ക്
ഈ ഒരു ഫേസിൻ്റെ ഏരിയ കിട്ടും. സോ അതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നമ്മൾക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ അറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 2πr ആണ്. കാരണം ഇതൊരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് മുകളിൽ ലെങ്ത് ആയിട്ട് വരുന്നത്. ആ സർക്കിളിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് കിട്ടുന്നത്. ഈ ഒരു ഇവിടുന്ന് കട്ട് ചെയ്താൽ അത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രിപ്പ് നിവർത്തുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു റെക്റ്റാങ്കിൾ കിട്ടുന്നത്. സോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ്. സോ അത് എത്രയായിരിക്കും, സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 2πr ആൻഡ് ബ്രെഡ്ത്ത്, അതായത് വിഡ്ത്ത് നമ്മൾക്ക് h ആയിട്ട് എടുക്കാം, ഹൈറ്റ് ആയിട്ട് എടുക്കാം. സോ h b ഈസ് ഈക്വൽ ടു h ആയിട്ട് നമ്മൾ എടുക്കാം. ഇപ്പോൾ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്നാണ് L B ആണ്. എല്ലിന് പകരം 2πr ഇൻറ്റു h. പിക്ക് പകരം ഏതായിട്ട് എടുത്തോ, ഹൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ബ്രെഡ്ത്തിന് പകരം ഹൈറ്റ് ആണ് എടുക്കുന്നത്. സോ 2πr h. സോ ഇക്വേഷൻ വരുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു πr² പ്ലസ്, അതായത് ടോപ്പിലുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ ഏരിയ കാണേണ്ട ഇക്വേഷൻ πr², ദെൻ സെൻറ്ററിലുള്ള ഫേസിൻ്റെ ഏരിയ 2πrh പ്ലസ് ബോട്ടത്തിലുള്ള സർക്കുലർ ഫേസിൻ്റെ ഏരിയ πr². അങ്ങനെ 2πr² പ്ലസ് 2πrh അല്ലെങ്കിൽ എന്ത് എഴുതാം, 2πr ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ 2πr ഇൻറ്റു r പ്ലസ് h. r is the radius and h is the height. സോ ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട, സിലിണ്ടറിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ, ടോട്ടൽ സർഫസ് ഏരിയ. പൈക്കിൻ്റെ വാല്യൂ അറിയാം, 22 ഡിവൈഡഡ് ബൈ 7 അല്ലെങ്കിൽ 3.14. ഏതായാലും യൂസ് ചെയ്യാം. നമ്മൾക്ക് പ്രോബ്ലത്തിൽ വാല്യൂസിനനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് എക്സസൈസ് പാർട്ട് സോൾവ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.